സയൻസ് പ്രാക്ടിക്കലിൻ്റെ ഭാഗമായി നമ്മൾ പല മെഷർമെൻറ്റ്സും നടത്താറുണ്ട്. ഈ മെഷർമെൻറ്റ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിചയമുള്ള രണ്ട് വാക്കുകളാണ് പ്രിസിഷൻ ആൻഡ് ആക്യുറസി. കെമിസ്ട്രി ലാബിൽ ഒരു സാമ്പിളിൻ്റെ വെയിറ്റ് എടുക്കാനായി ടീച്ചർ നിർദ്ദേശിക്കുകയാണ് എന്ന് കരുതുക. സെയിം സാമ്പിളിൻ്റെ വെയിറ്റ് 3 കുട്ടികൾ എടുത്തപ്പോൾ ലഭിച്ച റീഡിംഗ് ആണ് എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ കുട്ടിക്ക് കിട്ടിയ ആ റീഡിങ്ങുകൾ 1.94 ഗ്രാം, 1.95 ഗ്രാം എന്നിങ്ങനെയാണ്. രണ്ടാമത്തെ കുട്ടി മെഷർ ചെയ്തപ്പോൾ ലഭിച്ച റീഡിങ് 1.99 ഗ്രാം, 2.01 ഗ്രാം എന്നാണ്. മൂന്നാമത്തെ കുട്ടിക്ക് മെഷർ ചെയ്തപ്പോൾ ലഭിച്ചത് 1.94 ഗ്രാം, 2.05 ഗ്രാം എന്നാണ്. ആ സാമ്പിളിൻ്റെ യഥാർത്ഥ വെയിറ്റ് 2.00 ഗ്രാം ആണ് എന്ന് കരുതുക. സാമ്പിളിൻ്റെ യഥാർത്ഥ വെയിറ്റ് എത്രയാണോ നമ്മളതിനെ ട്രൂ വാല്യൂ എന്നാണ് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്ന സാമ്പിളിൻ്റെ ട്രൂ വാല്യൂ 2.00 ഗ്രാം ആണ്. ഒന്നാമത്തെ കുട്ടി മെഷർ ചെയ്തപ്പോൾ ആ ലഭിച്ച റീഡിംഗ് എന്ന് പറയുന്നത് പരസ്പരം ക്ലോസറാണ്. അതേസമയം ട്രൂ വാല്യൂവുമായി അധികം ബന്ധമില്ല. രണ്ടാമത്തെ കുട്ടി മെഷർ ചെയ്തപ്പോൾ ലഭിച്ച റീഡിങ്ങുകൾ പരസ്പരം ക്ലോസറാണ്, അത് ട്രൂ വാല്യൂവുമായി ഒത്തുപോകുന്നുമുണ്ട്. മൂന്നാമത്തെ കുട്ടി മെഷർ ചെയ്തപ്പോൾ ലഭിച്ച റീഡിങ്സ് പരസ്പരം ക്ലോസർ അല്ല, ട്രൂ വാല്യൂവുമായി ബന്ധമില്ല. സോ ഫസ്റ്റ് സ്റ്റുഡൻറ്റ് മെഷർ ചെയ്തപ്പോൾ ലഭിച്ച റീഡിങ്സ് പരസ്പരം ക്ലോസറാണ്. ഇങ്ങനെ മെഷേർഡ് വാല്യൂസ് പരസ്പരം ക്ലോസർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവ പ്രിസൈസ് വാല്യൂസ് ആണ് എന്ന്. അവിടെ മെഷേർഡ് വാല്യൂസ് ക്ലോസർ ആണ്, അങ്ങനെ ക്ലോസ്നെസ് ഉണ്ട് എങ്കിൽ പ്രിസിഷൻ ഹൈ ആണ് എന്ന് പറയാൻ സാധിക്കും. രണ്ടാമത്തെ കുട്ടി മെഷർ ചെയ്തപ്പോൾ അത് ക്ലോസർ ആണ്, സോ അവിടെ പ്രിസിഷൻ ഉണ്ട്. അതുപോലെ ട്രൂ വാല്യൂവുമായി നല്ല എഗ്രിമെൻ്റ് ഉണ്ട്, സോ നമുക്ക് പറയാൻ പറ്റും അത് ആക്യുറേറ്റ് വാല്യൂ ആണ്, അല്ലെങ്കിൽ ആക്യുറേറ്റ് മെഷർമെൻ്റ് ആണ്. സോ ട്രൂ വാല്യൂവുമായി എഗ്രിമെൻ്റ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ട്രൂ വാല്യൂവുമായി വളരെ ക്ലോസർ ആണെങ്കിൽ അവിടെ ആക്യുറസി ഹൈ ആണ് എന്ന് പറയാൻ സാധിക്കും. മൂന്നാമത്തെ കുട്ടി മെഷർ ചെയ്തപ്പോൾ റീഡിങ്സ് പരസ്പരം ക്ലോസർ അല്ല, അവിടെ പ്രിസിഷൻ ഇല്ല, ട്രൂ വാല്യൂവുമായി എഗ്രിമെൻറ്റും ഇല്ല, സോ ആക്യുറസിയും ഇല്ല. മെഷേർഡ് വാല്യൂസ് പരസ്പരം ക്ലോസർ ആണ് എങ്കിൽ, അല്ലെങ്കിൽ ആ ക്ലോസ്നെസ്സിനെയാണ് നമ്മൾ പ്രിസിഷൻ എന്ന് പറയുന്നത്. അതേസമയം ട്രൂ വാല്യൂവുമായുള്ള എഗ്രിമെൻറ്റിനെയാണ് ആക്യുറസി എന്ന് പറയുന്നത്. ആക്യുറസിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ്. ഒരു റീഡിംഗ് നൽകിയാൽ അതിൽ എത്ര ഡിജിറ്റ്സ് ആണ് പൂർണ്ണമായ കൃത്യതയോടെ അല്ലെങ്കിൽ മീനിങ് ഫുള്ളായി പറയാൻ സാധിക്കുന്നത്, ആ നമ്പറിനെയാണ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു ഉദാഹരണം പരിഗണിക്കാം. എറണാകുളത്ത് നിന്നും തിരുവനന്തപുരം വരെയുള്ള ഡിസ്റ്റൻസ്, റോഡ് ഡിസ്റ്റൻസ് ഒരാൾ പറയുന്നു 200 കിലോമീറ്റർ ആണ് എന്ന്. വേറൊരാൾ പറയുന്നു ആ ഡിസ്റ്റൻസ് 199.5 കിലോമീറ്റർ ആണ് എന്ന്. ഒന്നാമത്തെ റീഡിങ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 200 എന്ന് പറയുന്നത് പലപ്പോഴും എളുപ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ചെയ്ത് ഒരു പൂർണ്ണസംഖ്യ ആക്കിയിരിക്കുന്നതാണ്. അതേസമയം രണ്ടാമത്തത് കുറേ കൂടി ആക്യുറേറ്റ് ആകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇവിടെ 4 ഡിജിറ്റ്സ് ഉണ്ട്, അത് കുറേ കൂടി മീനിങ് ഫുള്ളാണ്. അതേസമയം ആദ്യത്തേത് പലപ്പോഴും അപ്രോക്സിമേറ്റ് ചെയ്തതായിരിക്കാം, അവിടുത്തെ ഡിജിറ്റ്സ് മീനിങ് ഫുൾ ആയിരിക്കില്ല. നമുക്ക് പറയാൻ പറ്റും രണ്ടാമത് എഴുതിയിരിക്കുന്ന ആ റീഡിങ്ങിലാണ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് കൂടുതലുള്ളത്. ഒന്നാമത്തേതിൽ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് കുറവാണ്.
ഒരു റീഡിംഗ് അല്ലെങ്കിൽ ഒരു മെഷർമെൻറ്റ് നൽകിയാൽ അതിലെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ചില റൂൾസിനെ ബേസ് ചെയ്താണ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടെത്തുന്നത്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർ മീനിങ്ഫുൾ ഡിജിറ്റ്സ് വിത്ത് സെർട്ടനിറ്റി. നമുക്ക് ഉറപ്പോടെ പറയാൻ സാധിക്കുന്ന ആ അർത്ഥപൂർണമായ ഡിജിറ്റ്സിനെയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടെത്തുന്നതിനായി കുറച്ച് റൂൾസ് ഉണ്ട്. പ്രധാനപ്പെട്ട റൂൾസ് നമുക്ക് നോക്കാം. റൂൾസ് ബൈഹാർട്ട് പഠിക്കേണ്ടതില്ല, കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതിയാകും. ഫസ്റ്റ് റൂൾ, ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. തന്നിരിക്കുന്ന ആ റീഡിങ്ങിലെ എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പരിഗണിക്കാം. 125 സെൻറ്റിമീറ്റർ. ഇവിടെ 3 സിഗ്നിഫിക്കൻ്റ് ഫിഗറാണുള്ളത്. 125 സെൻറ്റിമീറ്റർ ആണ്. അതെല്ലാം നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. സോ 3 സിഗ്നിഫിക്കൻ്റ് ഫിഗർ ഇവിടെയുണ്ട്. സെക്കൻഡ് റൂൾ, സീറോസ് പ്രിസീഡിങ് ടു ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്സ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റിന് മുമ്പായി വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. ഒരു എക്സാമ്പിൾ നമുക്ക് പരിഗണിക്കാം. 0.005 സെൻറ്റിമീറ്റർ. ഇവിടെ ഡെസിമൽ പോയിൻറ്റിൻ്റെ പ്ലേസ് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് സീറോ ഇട്ടിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. സോ 5-ന് മുമ്പായി വരുന്ന ആ സീറോസ് എല്ലാം സിഗ്നിഫിക്കൻ്റ് അല്ല. സോ ഇവിടെ ഒരു സിഗ്നിഫിക്കൻ്റ് ഫിഗർ മാത്രമേ ഉള്ളൂ. അനദർ എക്സാമ്പിൾ, 0.0012 ഗ്രാം. ഇവിടെ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് 1 ആണ്. 1-ന് മുമ്പ് വരുന്ന സീറോസ് നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല സിഗ്നിഫിക്കൻ്റ് ഫിഗറിൻ്റെ എണ്ണം കണ്ടെത്താനായി. സോ ഇതിൽ 2 സിഗ്നിഫിക്കൻ്റ് ഫിഗറും മാത്രമേ ഉള്ളൂ. തേർഡ് റൂൾ, സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. 2 നോൺ സീറോ ഡിജിറ്റ്സിന് ഇടയിൽ വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ നമുക്ക് പരിഗണിക്കാം. 15.005 ഗ്രാം. ഇവിടെ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആണ്, ഈ 2 5s. അപ്പം ഈ 2 നോൺ സീറോ ഡിജിറ്റ്സിന് ഇടയിൽ വരുന്ന ആ സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. ഇവിടെ 1, 2, 3, 4, 5 സിഗ്നിഫിക്കൻ്റ് ഫിഗറാണ് ഉള്ളത്. അനദർ എക്സാമ്പിൾ, 10.02 ഗ്രാം. 2 നോൺ സീറോ ഡിജിറ്റിന് ഇടയ്ക്കായി 2 സീറോസ് വരുന്നുണ്ട്. അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഇവിടെ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് 4 ആണ്. അടുത്ത റൂള്, സീറോസ് അറ്റ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഡെസിമൽ പോയിന്റ് ആർ സിഗ്നിഫിക്കൻറ്റ് ബട്ട് അതേഴ്സ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്ന നോൺ സീറോ ഡിജിറ്റിന് ശേഷം വരുന്ന സീറോസ് ആണെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. അതേസമയം ഡെസിമൽ പോയിന്റിന് മുമ്പായിട്ടാണ് സീറോ വരുന്നതെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കില്ല. നമുക്കൊരു ഉദാഹരണം പരിഗണിക്കാം. 0.1200. ഇവിടെ ഡെസിമൽ പോയിന്റിന് ശേഷം 3 സീറോസ് വന്നിട്ടുണ്ട്. ആ സീറോ സിഗ്നിഫിക്കൻ്റ് ആണ്. റൂൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. സീറോസ് അറ്റ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഡെസിമൽ പോയിന്റ് ആർ സിഗ്നിഫിക്കൻ്റ്. ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്ന ആ ഡിജിറ്റിൻ്റെ വലതുവശത്ത് വരുന്ന ആ സീറോസ് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. സോ ഇവിടെ 1, 2, 3, 4, 5 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ട്. അതേസമയം ഇവിടെ മുന്നിൽ വരുന്ന സീറോ സിഗ്നിഫിക്കൻ്റ് അല്ല എന്ന് നമ്മൾ രണ്ടാമത്തെ റൂള് പ്രകാരം കണ്ടായിരുന്നു. വേറൊരു എക്സാമ്പിൾ പരിഗണിക്കുക. 200 കിലോമീറ്റർ. ഇവിടെ സീറോസ് റൈറ്റ് സൈഡിലാണ് വരുന്നത്, പക്ഷെ അത് ഡെസിമൽ പോയിന്റിന് ശേഷം അല്ല. നമ്മൾ അപ്രോക്സിമേഷനോ മറ്റോ വേണ്ടി 200 എന്ന് എഴുതിയതായിരിക്കാം. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. ഈ റീഡിങ്ങിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ഫിഗർ
മാത്രമേ ഉള്ളൂ. ഫിഫ്ത്ത് റൂള്, എക്സാക്ട് നമ്പേഴ്സ് ഹാവ് ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ്. കൺസിഡർ ആൻ എക്സാമ്പിൾ. 2 ബാഗ്സ്, അതായത് 2 ബാഗുകൾ. നമുക്കറിയാം അത് ഒരു കൃത്യമായ സംഖ്യയാണ്. അത് 100% കറക്റ്റായിരിക്കും. നമുക്കതുകൊണ്ട് പറയാൻ പറ്റും ഇവിടെ ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സാണുള്ളത്. അതായത് ഒരു നമ്പറാണ് നൽകിയിരിക്കുന്നത്, യൂണിറ്റിലല്ല, നമ്പറാണ് നൽകിയിരിക്കുന്നതെങ്കിൽ അത് 100% കൃത്യമാണ്. അവിടെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും. നെക്സ്റ്റ് റൂള്, ഇൻ നമ്പേഴ്സ് റിട്ടൺ ഇൻ സയൻറ്റിഫിക് നൊട്ടേഷൻ ഓൾ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻ്റ്. സയൻസിൽ നമ്മൾ പല നമ്പേഴ്സും സയൻറ്റിഫിക് നൊട്ടേഷൻ, അതായത് 10ന്റെ പവറായിട്ട് എഴുതാറുണ്ട്. നമ്മൾ അവോഗാഡ്രോ നമ്പർ പഠിച്ചിരുന്നു, 6.022 × 10⁻23. ഇങ്ങനെയുള്ള സയൻറ്റിഫിക് നൊട്ടേഷനിൽ എല്ലാ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഇവിടെ 4 ഡിജിറ്റ്സ് ആണുള്ളത്. അതുകൊണ്ട് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് 4 ആണ്. നമ്മൾ ഈ റൂളുകൾ മനസ്സിലാക്കിയിരിക്കുക. സിഗ്നിഫിക്കൻ്റ് ഫിഗറുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം പരിഗണിക്കാം. ഹൗ മെനി സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന എക്സാമ്പിൾസിൽ എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സാണുള്ളത്? ഫസ്റ്റ് വൺ, 208. നമുക്ക് കാണാൻ പറ്റും ഇവിടെ 3 ഡിജിറ്റ്സ് ആണ് ഉള്ളത്. ഒരു 0 ഉണ്ടെങ്കിൽ പോലും അത് 2 നോൺ സീറോ ഡിജിറ്റ്സിന് ഇടയ്ക്കാണ്. അതുകൊണ്ട് 1, 2, 3 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സാണ് ഈ എക്സാമ്പിളിൽ ഉള്ളത്. സെക്കൻഡ് വൺ, 0.0025. ഇവിടെ സീറോസ് ഉണ്ട്. ആ സീറോസ് ഒരു നോൺ സീറോ ഡിജിറ്റിൻ്റെ പ്രിസീഡിങ് ലെറ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഡെസിമൽ പോയിൻറ്റിൻ്റെ പ്ലേസ് പറയാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ മുന്നിൽ തന്നിരിക്കുന്ന സീറോസ് ഒന്നും സിഗ്നിഫിക്കൻ്റ് അല്ല. ഇവിടെ 2 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് മാത്രമേ ഉള്ളൂ. തേർഡ് വൺ, 126.00. ഇവിടെ റൈറ്റ് സൈഡിൽ 0 വന്നിട്ടുണ്ട്. ആ സീറോസ് ഡെസിമൽ പോയിന്റിന് ശേഷമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് സിഗ്നിഫിക്കൻ്റ് ആണ്. ഇവിടെ 5 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സാണ് ഉള്ളത്. നെക്സ്റ്റ് 500. ഇവിടെ സീറോസ് റൈറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്, ബട്ട് ഡെസിമൽ പോയിന്റിന് ശേഷം അല്ല. അതുകൊണ്ട് സിഗ്നിഫിക്കൻ്റ് ഫിഗറായി ഈ സീറോസ് കൗണ്ട് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ഒരു സിഗ്നിഫിക്കൻ്റ് ഫിഗർ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് 500.0. ഇവിടെ സീറോസ് ഉണ്ട്. ഡെസിമൽ പോയിന്റിന് ശേഷം വന്നിരിക്കുന്ന 0 സിഗ്നിഫിക്കൻ്റ് ആണ്. അതുകൊണ്ട് എല്ലാ സീറോസും സിഗ്നിഫിക്കൻ്റ് ആണ്. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് 4 ആണ്. ലാസ്റ്റ് വൺ സയൻറ്റിഫിക് നൊട്ടേഷൻ ആണ്. 8.256 × 10⁻³ സയൻറ്റിഫിക് നൊട്ടേഷനിൽ എല്ലാ ഡിജിറ്റ്സും മീനിങ് ഫുൾ ആണ്. സോ ഇവിടെ 4 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സാണ് ഉള്ളത്. എക്സാമിന് പതിവായി ഇതേ മോഡൽ ചോദ്യമാണ് വരാറുള്ളത്. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് കണ്ടെത്തുക. അതല്ലെങ്കിൽ തന്നിരിക്കുന്നവയിൽ ഏതിലാണ് മോർ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉള്ളത്. ഫിസിക്സിനും കെമിസ്ട്രിയിലും 1 മാർക്കിൻ്റെ ചോദ്യമാണ് നമുക്കിവിടുന്ന് പ്രതീക്ഷിക്കാവുന്നത്. സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ് നമുക്ക് പരിഗണിക്കാം. അഡീഷൻ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ വരുമ്പോൾ അവിടെ ഡെസിമൽ പോയിന്റിന് ശേഷം ഏത് നമ്പറിനാണോ ഏറ്റവും കുറഞ്ഞ സിഗ്നിഫിക്കൻ്റ് ഫിഗർ ഉള്ളത് അത്രയും സിഗ്നിഫിക്കൻ്റ് ഫിഗർ ആയിരിക്കണം ഫൈനൽ ആൻസറിലും വരേണ്ടത്. ഇവിടെ 3 നമ്പേഴ്സിൻ്റെ അഡീഷനാണ്. നമുക്ക് കിട്ടുന്ന ആൻസർ 31.122 എന്നാണ്. ഇതിൽ സെക്കൻഡ് നമ്പറിൽ ഡെസിമൽ പോയിന്റിന് ശേഷം ഒരു സിഗ്നിഫിക്കൻ്റ് ഫിഗറേ വരുന്നുള്ളൂ. അപ്പോൾ ഏതിനാണോ ഏറ്റവും കുറഞ്ഞ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉള്ളത് ഡെസിമൽ പോയിന്റിന് ശേഷം അത്രയും നമ്പറിനാണ് നമ്മൾ ഫൈനൽ ആൻസർ കറക്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു സിഗ്നിഫിക്കൻ്റ് ഫിഗർ മാത്രമാണ് ഡെസിമൽ പോയിന്റ് ഉള്ളത്. സോ നമുക്കിത് റൗണ്ട് ചെയ്യാൻ പറ്റും. 31.1 എന്നാണ് റൗണ്ട് ചെയ്യേണ്ടത്.
ഇതേ റൂള് തന്നെയാണ് മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇവിടെ ഫൈനൽ ആൻസർ 3.125 എന്നാണ്. ബട്ട് ഈ നമ്പറിൽ ഡെസിമൽ പോയിന്റിന് ശേഷം ഒരു സിഗ്നിഫിക്കൻ്റ് ഫിഗറാണുള്ളത്. അതിനാൽ ഫൈനൽ ആൻസറും ഡെസിമൽ പോയിന്റിന് ശേഷം ഒരു സിഗ്നിഫിക്കൻ്റ് ഫിഗറേ ഉണ്ടാകാവുള്ളൂ. സോ ഇത് നമുക്ക് റൗണ്ട് ചെയ്യാൻ പറ്റും 3.1 എന്ന്. ഇങ്ങനെ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിൻ്റെ നമ്പറിനെ അടിസ്ഥാനമാക്കി റൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ചില റൂൾസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഏത് ഡിജിറ്റാണോ നമ്മൾ ഒഴിവാക്കുന്നത് അത് 5നേക്കാൾ കൂടുതലാണ് എങ്കിൽ തൊട്ട് മുമ്പുള്ള ആ ഡിജിറ്റ് അടുത്ത ഡിജിറ്റായി നമ്മൾ ഉയർത്തിയിരിക്കണം. കൺസിഡർ ആൻ എക്സാമ്പിൾ 12.178. ഇത് ഡെസിമൽ പോയിന്റിന് ശേഷം ഒരു അക്കത്തിന് നമ്മൾ റൗണ്ട് ചെയ്യുകയാണ് എന്ന് കരുതുക. അതായത് 12.1 വെച്ചാണ് റൗണ്ട് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ഡിജിറ്റ് 5നേക്കാൾ എബവ് ആണ്. സോ ഇതിൻ്റെ വാല്യൂ നമ്മൾ അടുത്ത ഡിജിറ്റിലേക്ക് ഉയർത്തിയിരിക്കണം. ഇത് 12.2 എന്നാണ് നമ്മൾ റൗണ്ട് ഓഫിന് ശേഷം എഴുതേണ്ടത്. അതേസമയം നമ്മൾ റൗണ്ട് ഓഫ് വഴി ഒഴിവാക്കുന്ന ഡിജിറ്റ് 5നേക്കാൾ ലോവർ ആണ് എങ്കിൽ നമ്മൾ പഴയ ഡിജിറ്റ് ഏതാണോ അത് തന്നെ എഴുതിയാൽ മതിയാകും. എക്സാമ്പിൾ നമുക്ക് പരിഗണിക്കാം. 12.122. ഇത് ഡെസിമൽ പോയിന്റിന് ശേഷം ഒരക്കത്തിനാണ് റൗണ്ട് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് അടുത്ത ഡിജിറ്റ് 5നേക്കാൾ ലോവർ ആണ്. അതിനാൽ നമുക്കത് പരിഗണിക്കേണ്ട. ഇത് റൗണ്ട് ചെയ്യേണ്ടത് 12.1 എന്നാണ്. റൗണ്ട് ഓഫിൽ ഒഴിവാക്കുന്ന നമ്പർ 5 ആണ് എന്ന് പരിഗണിക്കുക. അവിടെ നമ്മൾ റൂള് ശ്രദ്ധിക്കണം. അവിടെ ആ 5ന് മുമ്പ് വരുന്ന ഡിജിറ്റ് ഒരു ഈവൻ നമ്പർ ആണ് എങ്കിൽ, അതായത് ഇരട്ട സംഖ്യ ആണ് എങ്കിൽ ആ ഡിജിറ്റ് അങ്ങനെ തന്നെ എഴുതുന്നു. നമുക്ക് പരിഗണിക്കാം. 12.25. ഇവിടെ നമ്മൾ ഡെസിമൽ പോയിന്റിന് ശേഷം ഒരക്കത്തിന് ഇത് റൗണ്ട് ഓഫ് ചെയ്യുന്നു. ഇവിടെ ഒഴിവാക്കേണ്ട ഡിജിറ്റ് 5 ആണ്. ഇവിടെ 5 ഒഴിവാക്കുമ്പോൾ അതിൻ്റെ പ്രിസീഡിങ് ഡിജിറ്റ് ഒരു ഈവൻ നമ്പറാണ്. അത് ഈവൻ നമ്പർ ആണ് എങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ നിലനിർത്തണം. സോ ഇത് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ സാധിക്കും 12.2. അതേസമയം 5 നമ്മൾ റൗണ്ട് ഓഫ് വഴി ഒഴിവാക്കുമ്പോൾ പ്രിസീഡിങ് ലെറ്റർ ഒരു ഓഡ് നമ്പർ, ഒറ്റ സംഖ്യ ആണ് എങ്കിൽ അത് നെക്സ്റ്റ് നമ്പറായി നമ്മൾ ഉയർത്തിയിരിക്കണം. സേ 12.15. ഇത് നമ്മൾ ഡെസിമൽ പോയിന്റിന് ശേഷം ഒരക്കത്തിന് റൗണ്ട് ഓഫ് ചെയ്യുകയാണ് എങ്കിൽ 5 ഒഴിവാക്കുന്നു. സോ ആ 5ന് മുമ്പുള്ള നമ്പർ ഒരു ഓഡ് നമ്പറാണ്. സോ നെക്സ്റ്റ് ഹയർ നമ്പറിലേക്ക് അത് ഉയർത്തുകയാണ് വേണ്ടത്. സോ ഇത് റൗണ്ട് ചെയ്യുമ്പോൾ 12.2 എന്നാണ് വരുന്നത്.